ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ഒറ്റവാക്കിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിൽ പാകിസ്ഥാൻ ഇടപെടുന്നത് ചൂണ്ടിക്കാട്ടി സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷത്തിനുള്ള ചുട്ട മറുപടി കൂടിയായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: മറ്റു രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ ഒരു ദല്ലാൽ രാജ്യമല്ല. അതായത് ആഗോള രാഷ്ട്രീയത്തിൽ മറ്റു രാജ്യങ്ങൾക്കിടയിൽ ബ്രോക്കർ പണി എടുക്കുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന് അദ്ദേഹം തുറന്നടിച്ചു. കൃത്യം, വ്യക്തം, ശക്തം. ഗൾഫ് മേഖലയിൽ എന്ത് വലിയ സംഘർഷം നടന്നാലും ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും യാതൊരു കോട്ടവും തട്ടില്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഈ മാസ് മറുപടി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച പാർലമെന്റിൽ നടന്ന സർവകക്ഷി യോഗത്തിലാണ് ജയശങ്കർ ഈ നിലപാട് വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ മധ്യസ്ഥരാകുമ്പോൾ ഇന്ത്യ വെറും മൂകസാക്ഷിയായി നിൽക്കുന്നു എന്ന് കോൺഗ്രസ് നേതാവ് താരിഖ് അൻവറിന്റെ അടക്കം ആരോപണങ്ങൾക്കാണ് കേന്ദ്രം കൃത്യമായിട്ടുള്ള മറുപടി നൽകിയത്. വലിയ മധ്യസ്ഥ വേഷം കെട്ടാൻ നടക്കുന്ന പാകിസ്ഥാന് ഇറാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം 8ന്റെ പണിയാണ് കിട്ടിയത്. കറാച്ചി തുറമുഖത്തേക്ക് പോവുകയായിരുന്ന പാകിസ്ഥാന്റെ സെലീൻ എന്ന കണ്ടെയ്നർ കപ്പലിനെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ IRGC സൈന്യം തടഞ്ഞു വയ്ക്കുകയും അനുമതിയില്ല എന്ന് പറഞ്ഞ് വന്ന വഴിയെ തിരികെ വിടുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം ഇന്ത്യയിലേക്ക് LPG കൊണ്ടുവരുന്ന ശിവാലിക്, നന്ദാദേവി, പൈൻ ഗ്യാസ്, ജഗ് വസന്ത് എന്നീ കപ്പലുകൾ യാതൊരു തടസ്സവുമില്ലാതെ രാജകീയമായി ഇതേ കടലിടുക്കിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നതാണ് പ്രതിപക്ഷം കണ്ടില്ലെന്ന് നടിക്കുന്ന യഥാർത്ഥ ഇന്ത്യയുടെ കരുത്ത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു ഇടനിലക്കാരനാകാൻ പാകിസ്ഥാൻ വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത്. സമാധാന ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം പറയുകയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ ഇസ്രയേലുമായും അമേരിക്കയുമായി യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഇറാൻ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കർശനമായി നിയന്ത്രിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള രേഖകളില്ലാത്ത ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ കടത്തിവിടില്ല എന്ന് മാത്രമാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കർശന നിയന്ത്രണങ്ങൾക്കിടയിലാണ് പാകിസ്ഥാന്റെ കപ്പൽ ഇറാൻ തടഞ്ഞു വെച്ചതെന്ന് നോക്കണം. അങ്ങനെ തടഞ്ഞു വെച്ച് അവരെ നാണം കെടുത്തി. 1981 മുതൽ തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ ആശയവിനിമയം നടത്താൻ പാകിസ്ഥാനെ ഒരു ഇടനിലക്കാരായി ഉപയോഗിക്കാറുണ്ടെന്നും അതിൽ പുതിയതായി ഒന്നുമില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ യോഗത്തിൽ വിശദീകരിച്ചത്. ഇറാൻ പരസ്യമായി അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ നിരസിച്ചിട്ടും അവിടെ സമാധാനത്തിന്റെ ദേവദൂതനാകാൻ പോയ പാകിസ്ഥാന്റെ കപ്പലുകൾ തടഞ്ഞു വെച്ചാണ് ഇറാൻ മറുപടി കൊടുത്തത്. ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല, വന്ന വഴി വിട്ടോ എന്നും പറഞ്ഞ് അപഹാസ്യരാക്കി വിടുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിൽ വലിയ നിയന്ത്രണമുള്ള ഇറാൻ പാകിസ്ഥാന് യാതൊരു വിലയും നൽകുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പശ്ചിമേഷ്യയിൽ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചിട്ടുണ്ടെന്നും സർക്കാർ യോഗത്തിൽ വിശദീകരിച്ചു. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയും രാജ്യത്തേക്കുള്ള ഊർജ്ജ വിതരണവും ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. അത് ഭംഗിയായി നടക്കുന്നുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. രാജ്യത്തിന് ആവശ്യമായ ആയിരക്കണക്കിന് മെട്രിക് ടൺ പാചകവാതകമാണ് പൈൻ ഗ്യാസ്, ജഗ് വസന്ത് തുടങ്ങിയ കപ്പലുകളിലായി അടുത്ത ദിവസങ്ങളിൽ യുദ്ധബാധിതമായ ഈ മേഖലയിലൂടെ സുരക്ഷിതമായി ഇന്ത്യ തിരിച്ചെത്തിക്കുന്നത്. ചുരുക്കത്തിൽ പാകിസ്ഥാനെ പോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട ആളാകാൻ ഇന്ത്യക്ക് സമയമില്ല. ഗൾഫിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയാണ് മോദി സർക്കാരിന്റെ പ്രധാനം. ഈ വിഷയത്തിൽ കോൺഗ്രസ് പാലിക്കുന്ന നിശബ്ദത കേന്ദ്ര സർക്കാർ പാലിക്കുന്നില്ല എന്നും ഇറാൻ എംബസിയിലെത്തി വിദേശകാര്യ സെക്രട്ടറി അനുശോചനം രേഖപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യയുടെ അന്തസ്സും വിദേശകാര്യ നയത്തിന്റെ കരുത്തും ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എസ് ജയശങ്കർ. ന്യൂസ് ഡെസ്ക് മലയാളം.